തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതായതിൽ അന്വേഷണത്തിന് ഒരുങ്ങി ആരോഗ്യവകുപ്പ്. DME അന്വേഷണം നടത്തും. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. ഹാരിസിനോട് വിശദീകരണം തേടിയത് സ്വാഭാവിക നടപടി എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം കാണാതായെന്ന സമിതി റിപ്പോർട്ടിലെ കാര്യം മന്ത്രി പുറത്തു പറഞ്ഞതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം. DME ഡോക്ടർ വിശ്വനാഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. സർജറി ഉപകരണം കാണാതായതും മറ്റു ചില ഉപകരണങ്ങൾ ബോധപൂർവം തകരാറിലാക്കി എന്നത് അടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കും. വകുപ്പുതല അന്വേഷണത്തിന് പിന്നാലെ ആവശ്യമെങ്കിൽ മാത്രം പോലീസിനെ സമീപിക്കാനാണ് ആലോചന. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസ് ഹസന്റെ നിലപാട്. ഒരു ഉപകരണവും കാണാതായിട്ടില്ല. ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഹാരിസ് ഹസൻ. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അത് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ഡോക്ടർ ഹാരിസിനെതിരെ നടക്കുന്നത് പ്രതികാര നടപടിയെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ഇവരിത് തന്നെ ചെയ്യും. ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതാണ്. വകുപ്പുതല അന്വേഷണത്തിൽ എല്ലാം പരിശോധിക്കട്ടെ എന്ന് മന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അദ്ദേഹത്തോട് വിശദീകരണം തേടിയത്. കഴിഞ്ഞ ദിവസം ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് തിങ്കളാഴ്ച മറുപടി നൽകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.